വിദേശകാര്യ വിദഗ്ധൻ പി ജെ വിൻസെന്റ് കൂടി ചേരുന്നുണ്ട്. നിലവിലെ പാകിസ്ഥാന്റെ ഒരു നിലപാട്, അതായത് സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ടിട്ട് മുൻപ് പറഞ്ഞിരുന്നത് ഈ കരാർ താൽക്കാലികമായി റദ്ദാക്കിയത് ഒരു യുദ്ധപ്രഖ്യാപനമായി കാണുമെന്ന്. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ ഈ നിലപാടിൽ അയവ് വരുത്തിയിരിക്കുകയാണ്. തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളൊരു നിലപാട്. ഇന്ത്യ എങ്ങനെയായിരിക്കും പാകിസ്ഥാന്റെ ഈ നിലപാട് മാറ്റത്തെ കാണുക? പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധത്തിൽ പൊതുവെ ഉദാരമായ സമീപനം എക്കാലത്തും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ആ ഉദാരതയുടെയും മഹാമനസ്കതയുടെയും ജനാധിപത്യ ബോധത്തിന്റെയും ഏറ്റവും വലിയ പ്രതിഫലനം, അർത്ഥസമ്പൂർണമായ പ്രതിഫലനം ഉണ്ടായത് ഇൻഡസ് വാട്ടർ ട്രീറ്റിയിലാണ്. അത് 1960 ഉണ്ടായതിനു ശേഷം ഇപ്പോഴും അത് ശക്തമായി നിലനിൽക്കുകയാണ്. യുദ്ധകാലത്തും അതുപോലെ സംഘർഷമുണ്ടാകുന്ന വേളകളിലും ഇന്ത്യയിലൂടെ ഒഴുകി പാകിസ്ഥാനിലേക്ക് പോകുന്ന നദിയിലെ വെള്ളം, സിന്ധു നദിയും അതിന്റെ 5 പോഷക നദിയിലെ വെള്ളം നിയന്ത്രിച്ച് പാകിസ്ഥാനിൽ വരൾച്ച ഉണ്ടാക്കാനും പട്ടിണി ഉണ്ടാക്കാനും അതുപോലെ അണക്കെട്ടിലെ വെള്ളം തുറന്നുവിട്ട് അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാക്കാനൊക്കെ ഇന്ത്യക്ക് സാധിക്കും. ഇത്തരം സാഹചര്യങ്ങൾ പാകിസ്ഥാനെ ഭയപ്പെടുത്തിയിരുന്നു. പക്ഷേ 1960 ഇൻഡസ് വാട്ടർ ട്രീറ്റിയുടെ എല്ലാ അനുബന്ധങ്ങളോടും അതിലെ വകുപ്പുകളോടും 100% വിശ്വസ്തത പുലർത്തിയിട്ടാണ് ഇക്കാലം വരെ ഇന്ത്യ അതിന്റെ നയം മുന്നോട്ട് കൊണ്ടുപോയത്. 20% വെള്ളം മാത്രമേ ഇന്ത്യക്ക് കിട്ടുന്നുള്ളൂ. 80% പാകിസ്ഥാനാണ്. സിന്ധു നദിയും അതിന്റെ 6 പോഷക നദികളും ഇന്ത്യയിലൂടെ ഒഴുകി പാകിസ്ഥാനിലേക്ക് പോകുന്നതാണ്. എന്നാൽ 2019 ശേഷം വന്നിട്ടുള്ള നയമാറ്റം വളരെ വ്യക്തമാണ്. ടെറർ ആൻഡ് ടോക്സ് വിൽ നോട്ട് ഗോ ടുഗദർ, ടെറർ ആൻഡ് ട്രേഡ് വിൽ നോട്ട് ഗോ ടുഗദർ തുടങ്ങിയ സമീപനം അന്ന് നമ്മൾ സ്വീകരിച്ചു. ഇപ്പോഴാകട്ടെ ടെറർ ആൻഡ് വാട്ടർ വിൽ നോട്ട് ഫ്ലോ ടുഗദർ എന്ന നയത്തിലേക്ക് ഇന്ത്യ മാറി. വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല. ഇന്ത്യയിലേക്ക് ഭീകരത കയറ്റി അയച്ച് ബ്ലീഡ് ചെയ്യിക്കുന്ന നയം പാകിസ്ഥാൻ തുടർന്നു കഴിഞ്ഞാൽ ഈ നദികളെ ഞങ്ങൾ നിയന്ത്രിക്കും, പാകിസ്ഥാന് വെള്ളം തരില്ല എന്നുള്ള നയമാറ്റം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് പഹൽഗാം അക്രമത്തെ തുടർന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് നടപ്പിൽ വരത്തക്ക വിധം ഇൻഡസ് വാട്ടർ ട്രീറ്റി സസ്പെൻഡ് ചെയ്യുകയും അതോടൊപ്പം സലാർ അതുപോലെ ബഗ്ലിഹാർ അണക്കെട്ടുകളൊക്കെ നിയന്ത്രിക്കുകയും പാകിസ്ഥാനിലുള്ള നീരൊഴുക്ക് കുറയുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ ധലം നദിയിലെ അണക്കെട്ട് പുറത്തുവിട്ട് പാക് അധീന കാശ്മീരിലെ വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പൊ അങ്ങനെ വാട്ടർ വെപ്പൺ, ജലം ഒരായുധമായി ഇന്ത്യ ഉപയോഗിക്കും എന്ന കൃത്യമായ സന്ദേശം പാകിസ്ഥാന് നൽകി. കാരണം 65 വർഷമായി നിൽക്കുന്ന ഒരു കരാറാണ്. ഈ 65 വർഷത്തിനുള്ളിൽ ഇത്രയും വലിയ മഹാമനസ്കത ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ട് പകരം കിട്ടിയത് എന്താണ് എന്ന കണക്കെടുപ്പ് ഇന്ത്യ നടത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇതുണ്ടായത്. ബിലാവൽ ഭൂട്ടോയുടെ പ്രസ്താവനയാണ് വളരെ ശ്രദ്ധേയമായത്. അദ്ദേഹം വെള്ളം തന്നില്ലെങ്കിൽ ചോര പുഴ ഒഴുകും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിക്കുമ്പോൾ നമുക്കിപ്പോൾ വ്യക്തമാണ്. ഒരു ചോരപ്പുഴയും ഒഴുകിയില്ലെന്ന് മാത്രമല്ല, പാകിസ്ഥാൻ അമ്പെ പരാജയപ്പെട്ടു പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് അഭ്യർത്ഥന വരികയാണ് ഈ സിന്ധു നദി കരാർ, ഇൻഡസ് വാട്ടർ ട്രീറ്റി സസ്പെൻഡ് ചെയ്ത നടപടി പുനഃപരിശോധിക്കണമെന്നുള്ളത്. ഡിപ്ലോമസിയുടെ തലത്തിൽ, നയതന്ത്ര തലത്തിലുള്ള ചർച്ചകളിൽ അതിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. പാകിസ്ഥാന് വെള്ളം കൊടുക്കാതിരിക്കാനുള്ള ഹൃദയശൂന്യതയൊന്നും ഒരു കാലത്തും ഭാരതം കാണിക്കില്ല. അതേസമയം ഈ ക്രോസ് ബോർഡർ ടെററിസം സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള നിയന്ത്രണ നടപടികൾ പാകിസ്ഥാൻ സ്വീകരിക്കുകയും ഇന്ത്യക്കെതിരെ നടത്തുന്ന നിഴൽ യുദ്ധം, പ്രോക്സി വാർ അവസാനിപ്പിക്കാൻ അവർ തയ്യാറാകുകയും ചെയ്താൽ വെള്ളം ഇനിയും ഒഴുകും എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അതുപോലെ ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. സമീപകാലത്തൊന്നും ഇനി സംഘർഷം ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു നീണ്ടു നിൽക്കുന്ന ഒരു സമാധാന പ്രക്രിയയിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും കടന്നു പോയാൽ സ്വാഭാവികമായിട്ടും ഇൻഡസ് ട്രീറ്റി സസ്പെൻഡ് ചെയ്ത നടപടിയും പുനഃപരിശോധിക്കും. എന്നാലും പൂർണ്ണമായി പാകിസ്ഥാന് നിലവിൽ കിട്ടുന്നത് പോലെ ഒരു വളരെ സുഖകരമായി യാതൊരു ശങ്കയുമില്ലാതെ ഈ നദീ തടങ്ങളിലെ മുഴുവൻ വെള്ളവും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള സാഹചര്യം ഇനി ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ പുതിയ ജലസേന, കിഷൻ ഗംഗ പോലെയുള്ള വലിയ പദ്ധതികൾ ഭാരതം തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഈ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് 1960 ഈ കരാറിലെ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തണം എന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഈ പെർമനന്റ് കമ്മീഷന്റെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമായിരുന്നു.
അപ്പൊ ഇനി ഇക്കാര്യത്തിൽ ഇപ്പോ ട്രീറ്റി തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തുകൊണ്ട് അത് നിയമപരമായി നിലനിൽക്കുന്നില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബൈൻഡിങ് അല്ല ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം. ആ നിലയ്ക്ക് ഇന്ത്യയുടെ താല്പര്യങ്ങൾ കൂടി, അതായത് വർത്തമാനകാലത്തെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ഉള്ള മാറ്റങ്ങൾ ഈ കരാറിലും ഇന്ത്യയുടെ സമീപനത്തിലും വരും. അങ്ങനെ മാറ്റം വരുന്ന പുതിയ സാഹചര്യത്തിൽ ഇന്ത്യയുടെ താല്പര്യം കൂടി സംരക്ഷിക്കുന്ന വിധത്തിലുള്ള വകുപ്പുകൾ ഉൾച്ചേർത്തുകൊണ്ടുള്ള ഒരു ധാരണയായിരിക്കും ഇനി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലവിൽ വരിക എന്നാണ് ഞാൻ കരുതുന്നത്. തന്നെ നിലവിലെ ഒരു സാഹചര്യം പാകിസ്ഥാന്റെ പല മാധ്യമങ്ങളിലും ഒക്കെ തന്നെ പ്രചരിക്കുന്ന ചൈനീസ് മാധ്യമങ്ങളിലടക്കം തന്നെ ഒരുപാട് ഫേക്ക് വാർത്തകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് പല ഇന്ത്യക്കാരും സ്വന്തം രാജ്യത്തിനെതിരെ സംസാരിക്കുന്ന ഒരു സ്ഥിതിയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ പോകുന്നു. അവർക്കെതിരെയൊക്കെ നടപടികൾ എടുക്കുന്നു. ഇങ്ങനെ പെരുമാറുന്ന അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിനെതിരെ സംസാരിക്കുന്ന ഇത്തരം ആളുകൾ, ഇവരുടെ ഈ ഒരു സമീപം വളരെ ഗുരുതരമല്ലേ? തീർച്ചയായിട്ടും അതെ. ഇപ്പൊ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒരു നാൾവഴികൾ എടുത്ത് പരിശോധിച്ചാൽ പല ഘട്ടത്തിലും പ്രൊപ്പഗാൻഡ വാറിൽ ഇന്ത്യയേക്കാൾ മുന്നിലായിരുന്നു പാകിസ്ഥാൻ എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അവിടുത്തെ പാക് മാധ്യമങ്ങളൊക്കെ പാകിസ്ഥാൻ വൻ വിജയം നേടുന്നു, ഇന്ത്യയിലെ നഗരങ്ങളെല്ലാം അവർ തകർത്തു കളഞ്ഞു, ഡൽഹി അടക്കം ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടുത്തെ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വിവരം. അതുപോലെ ഇപ്പം ഈ വെടിനിർത്തൽ നിലവിൽ വന്ന ഉടനെ തന്നെ മുൻ ക്രിക്കറ്റ് താരം അഫ്രീദി അടക്കമുള്ള ആളുകൾ അവിടെ ആഹ്ലാദ പ്രകടനം നടത്തുകയും പാകിസ്ഥാൻ വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ പാകിസ്ഥാനിലെ സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും ഒക്കെ പാകിസ്ഥാൻ വലിയ വിജയം നേടി എന്ന മട്ടിൽ ആണ് പ്രചരിപ്പിക്കുന്നത്. അപ്പൊ അവിടുത്തെ ഈ എക്സ് ഹാൻഡിലുകളിലൂടെയൊക്കെ വരുന്ന, വാട്സപ്പിലൂടെയൊക്കെ വരുന്ന പല മെസ്സേജുകളും വായിച്ചിട്ട് ഇന്ത്യയിൽ ചില ആളുകൾ ആവേശം കൊണ്ട് എന്തിനാണ് ഇവിടെ യുദ്ധം നിർത്തിയത്, പാകിസ്ഥാനെ തകർക്കണ്ടായിരുന്നു എന്ന മട്ടിലൊക്കെ ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഈ പ്രൊപ്പഗാൻഡിസ്റ്റ് മെറ്റീരിയലുകൾ തൊടാതെ വിഴുങ്ങുന്നതിന്റെ പ്രതിസന്ധിയാണ്. അപ്പൊ അക്കാര്യം സൂക്ഷ്മ അർത്ഥത്തിൽ പരിശോധിക്കണം. ഇപ്പൊ നമ്മുടെ സൈനിക നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ എന്താണ് സംഭവിച്ചതെന്ന് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒരു ഇന്റർനാഷണൽ മീഡിയയും അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. വസ്തുനിഷ്ഠമായ കാര്യങ്ങളാണ് എന്ന് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ട് ഒരു കാര്യങ്ങളെ മനസ്സിലാക്കുകയും വിശദീകരിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് പകരം ഈ പാകിസ്ഥാനിലെ ഏതെങ്കിലും ടാബ്ലോയിഡുകളോ അല്ലെങ്കിൽ അവിടുത്തെ ഈ സോഷ്യൽ മീഡിയ ഹൗക്സ് ഒക്കെ പുറപ്പെടുവിക്കുന്ന വാർത്തകളിൽ അകപ്പെട്ട് നിലപാടെടുക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഈ കരാറിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വെടിനിർത്തൽ അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ കടന്നിരിക്കുന്നത്. പക്ഷെ പാകിസ്ഥാനെ എത്രത്തോളം വിശ്വസിക്കാം? ഇപ്പോഴും കരുതി തന്നെയല്ലേ ഇന്ത്യ? പാകിസ്ഥാനെ ഒരു ഘട്ടത്തിലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രാജ്യമല്ലല്ലോ. അപ്പൊ ഇതുവരെയുള്ള എല്ലാ കരാറുകളും പാകിസ്ഥാൻ ലംഘിച്ചിട്ടുണ്ട്. ഇപ്പം 1949 ആദ്യത്തെ വെടിനിർത്തൽ കരാർ വരുന്നത്. ആർമിറ്റൈസ് എഗ്രിമെന്റ് വരുന്നത് 1949. അതിനുശേഷം ഈ കരാറിനെ ഉല്ലംഘിച്ചുകൊണ്ട് 65 ഇന്ത്യയെ ആക്രമിച്ചു, 71 ആക്രമണം ഉണ്ടായി. 89 ശേഷം തുടർച്ചയായി ടെററിസ്റ്റ് ഇൻവേഷൻസ് ഉണ്ടാവുന്നു. 1999 കാർഗിൽ ഇൻവേഷൻ ഉണ്ടായി. പിന്നെ ഇങ്ങോട്ട് 21ാം നൂറ്റാണ്ടിന്റെ 2 ദശാബ്ദത്തിനിടയിൽ 2001 പാർലമെന്റ് ആക്രമണം മുതൽ പഹൽഗാം വരെ നീളുന്ന സീരീസ് ഓഫ് ടെററിസ്റ്റ് അറ്റാക്കുകൾ ഉണ്ടായി. അതുകൊണ്ട് പാകിസ്ഥാനെ ഒരു തരത്തിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇതിന്റെ പ്രധാന വിഷയം എന്താ വെച്ചാൽ ഈ കരാറുകൾ രൂപപ്പെടുത്തുന്നതും നയതന്ത്ര ചർച്ചകളൊക്കെ നടത്തുന്നതും ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വവും പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വവും തമ്മിലാണ്. പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വത്തിന് യഥാർത്ഥത്തിൽ പാകിസ്ഥാനി അഫയേഴ്സിൽ കാര്യമായിട്ടുള്ള നിയന്ത്രണമില്ല എന്നുള്ളതാണ് വാസ്തവം. അവിടെ രാഷ്ട്രീയ നേതൃത്വവുമായിട്ട് സമാധാന ചർച്ച നടക്കുന്ന സമയത്ത് അവിടുത്തെ സൈന്യം ചിലപ്പോൾ ഇന്ത്യൻ പ്രദേശങ്ങളിലേക്ക് കടന്നു കയറും, നമ്മുടെ സൈനിക പോസ്റ്റുകൾ ആക്രമിക്കും, യുദ്ധമുണ്ടാക്കും, ടെററിസ്റ്റുകളെ പറഞ്ഞുവിട്ട് ഇന്ത്യയിലെ സൂയിസൈഡ് ബോംബ് അറ്റാക്കുകൾ ഉണ്ടാക്കും. കാരണം എന്താ വെച്ചാല് അവിടെ സൈന്യത്തിന്റെ താല്പര്യവും പലപ്പോഴും വ്യത്യസ്തമായി നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പം പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വം എടുക്കുന്ന ഒരു തീരുമാനങ്ങൾ അപ്പടി സൈന്യം നടപ്പാക്കണമെന്നില്ല. ഇനി സൈന്യവുമായി നേരിട്ട് കരാറുണ്ടാക്കാൻ ഇന്ത്യക്ക് കഴിയില്ലല്ലോ.
ഇരു രാജ്യങ്ങളിലെയും രാഷ്ട്രീയ നേതൃത്വം തമ്മിൽ പാകിസ്ഥാന്റെ പ്രസിഡന്റും അല്ലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയൊക്കെ തമ്മിലല്ലേ കരാറുകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് രാഷ്ട്രീയ നേതൃത്വം തമ്മിൽ സുചിന്തിതമായി അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യ താല്പര്യം മുൻനിർത്തി കരാറുകൾ ഉണ്ടാക്കും. പക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സൈന്യം അതിന്റെ താല്പര്യം വ്യത്യസ്തമായിരിക്കും. അത് അതിന്റെ വഴിക്ക് പോകും. അതുകൊണ്ടാണ് നിരന്തരമായി കരാറുകൾ എല്ലാം ലംഘിക്കപ്പെടുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് വളരെ സൂക്ഷ്മമായി വളരെയധികം കരുതലോടുകൂടി മാത്രമേ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കാൻ സാധിക്കുള്ളൂ. ഇനിയിപ്പം അവിടെ നയതന്ത്ര പ്രക്രിയ ആരംഭിക്കുമ്പോൾ ചർച്ച ചെയ്യുമ്പോൾ പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രിയും അവരുടെ നയതന്ത്ര വിദഗ്ധരുമായിട്ടൊക്കെയാണ് ചർച്ച ചെയ്യുക. അവിടെയൊക്കെ വളരെ സ്മൂത്തായി കാര്യങ്ങൾ നടക്കും. പക്ഷെ അതൊന്നും യാഥാർത്ഥ്യത്തിലേക്ക് വരണമെന്നില്ല. റിയൽ സിറ്റുവേഷനിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഈ കരാറുകളോ അല്ലെങ്കിൽ ധാരണകളോ ഒന്നും പരിഗണിക്കാതെ സൈന്യം അതിന്റെ താല്പര്യങ്ങൾ നടപ്പാക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വ്യക്തമാണ്. വളരെ നന്ദിയുണ്ട് സാർ പ്രതികരണത്തിന്. നിലവിലെ ഒരു സാഹചര്യത്തിൽ സിന്ധു നദീജല കരാർ വ്യവസ്ഥകളിൽ ചർച്ചയാവാമെന്ന നിലപാടിലാണ് പാകിസ്ഥാൻ ഉള്ളത്. ഇതാദ്യമായിട്ടാണ് കരാർ വ്യവസ്ഥകളിൽ ചർച്ചയാകാമെന്ന് പാകിസ്ഥാൻ സമ്മതിക്കുന്നത്.